നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും സേവ് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തൊന്നും കിട്ടത്തില്ല. ഗൂഗിളിലോ അല്ലെങ്കിൽ ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിനെയും എൻ്റെ റിസർച്ചിനെയും ബേസ് ചെയ്ത് മാത്രമാണ്. ഫാറ്റ് ലോസിൽ ഡിഫറൻസ് ലെവൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു മിനിമം പാസ് മാർക്ക് വെച്ചിട്ടുണ്ട്. ആ പാസ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാകൂ, അടുത്ത ലെവലിൽ പോകാൻ പറ്റൂ. ലൈക്ക് സ്കൂൾ, അതുപോലെ തന്നെയാണ് ഫാറ്റ് ലോസിൽ നമ്മളൊരു മിനിമം ക്രൈറ്റീരിയ വെക്കുക. ആ ക്രൈറ്റീരിയ പാസ്സായെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ. ഉദാഹരണത്തിന് 1 വീക്കിൽ നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ലെവൽ 1ൽ വരുമ്പോൾ നിങ്ങളുടെ ഡയറ്റ് 2500 കാലറി ആണെങ്കിൽ വർക്കൗട്ട് നിങ്ങൾ 45 മിനിറ്റ്സ് ആണ് ചെയ്യുന്നത്, കാർഡിയോ നിങ്ങൾ 20 മിനിറ്റ്സ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വീക്കിൽ ഇല്ലെങ്കിൽ അടുത്ത മന്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫുള്ള് ക്രൈറ്റീരിയ എവറി ഡേ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ചേഞ്ചസ് 2ലേക്ക് നിങ്ങൾ വരാവൂ. ക്ലാസ് സെക്കൻഡിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2200 കാലറി ആയിട്ട് ചുരുക്കാം. ആ സമയത്ത് നിങ്ങൾ വർക്കൗട്ടിന്റെ സമയമോ അല്ലെങ്കിൽ കാർഡിയോയുടെ സമയമോ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. കാരണം അറ്റ് എ ടൈം ഒരു ചേഞ്ചസ് മാത്രമേ വരുത്താവൂ. ലെവൽ 3ൽ ഡയറ്റിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന്റെ സമയം കൂട്ടാം, കാർഡിയോ സെയിം തന്നെ വെക്കാം. അതുപോലെ ക്ലാസ് 4ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്തും ചേഞ്ച് ചെയ്യരുത്. നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് കാർഡിയോ ഒരു 30 മിനിറ്റ്സ് ആക്കാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഗോൾ. ഇങ്ങനെ നിങ്ങൾ ഓരോ ക്രൈറ്റീരിയ വെച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ജേർണി നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇട്ടിട്ട് പോകേണ്ടി വരും. കാരണം നിങ്ങളുടെ ബോഡി ഇത് താങ്ങാനുള്ള കേപ്പബിലിറ്റി കാണില്ല.